പാപ്പൻ ചേട്ടാ. എന്തിനാ മോനെ തൊണ്ടയുടെ ഓയിൽ സീൽ പൊട്ടിക്കുന്നേ? ഞാനിവിടെ തന്നെ ഉണ്ട്. ഇന്ന് ലയോൺസിന്റെ മീറ്റിംഗാ. ഒന്ന് താഴേക്ക് വാ. എന്നെ താഴേക്ക് ഇറക്കാൻ നോക്കാതെ നീ കേറി വരാൻ നോക്ക്. പാപ്പൻ ചേട്ടാ, അന്ന് ഞാൻ തന്ന 1 കോടി റുപ്യ ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണോ? എന്താ 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 എന്താ? അത് മാത്രമല്ല വേറെയും പണം ഇവിടെ ഉണ്ട് മോനെ. നീ കാര്യം പറ, സമയമില്ല. അത് ഇവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോ പാപ്പൻ ചേട്ടാ. അത് കള്ളനോട്ടാ. കള്ളനോട്ടോ? മഹാഭാവി, നീ എന്താ പറഞ്ഞേ? ഞാൻ തന്നത് കള്ളനോട്ടുകളായിരുന്നു എന്ന്. പാപ്പൻ ചേട്ടാ, പോലീസ് എന്നെ അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ അവരെ ഇങ്ങോട്ട് വരുത്തും. അവര് വരുമ്പോ പാപ്പൻ ചേട്ടൻ കാണിക്കേണ്ടത് 99,99,000 രൂപയുടെ ഒറിജിനൽ നോട്ടുകളാ. ഇല്ലെങ്കിൽ പെടും. ആര് പെടുമെന്ന്? നീ പെടും. നിന്നെ ഞാൻ പെടുത്തും. ഫ്രോഡ് കളിച്ച നീയല്ലേ? അതൊക്കെ കോടതിയിൽ തെളിയാൻ കാലം കുറെ എടുക്കും പാപ്പൻ ചേട്ടാ. പോലീസ് വന്ന അവർ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 2 പേരെ ആയിരിക്കും. 2 പേർക്കും രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ തന്ന കാശിന് പകരം പാപ്പൻ ചേട്ടൻ അവരെ കാണിക്കുന്നത് ഒറിജിനൽ നോട്ടുകളായിരിക്കണം. നിന്നെ രക്ഷിക്കാൻ ഞാൻ കൂട്ടുവെക്കണോ? നീ തന്തയില്ലായ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ വേണോ? വിളിക്കടാ പോലീസിനെ. അല്ല വേണ്ട, ഞാൻ വിളിക്കാം. ഞാൻ പറയടാ, 100 വിളിക്കണോ? എടോ പാപ്പ, 7 കൊല്ലം ശിക്ഷ കിട്ടാനുള്ള തെറ്റാ ഞാൻ ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ ഒരു 5 കൊല്ലം കൂടി കിടക്കേണ്ടി വരും. തന്നെ ഞാൻ കൊന്ന. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഞാൻ തന്ന അഡ്വാൻസ് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലല്ലടോ എനിക്ക് തറപ്പണിക്ക് ഇറങ്ങേണ്ടി വന്നത്. പോലീസിനെ ഞാൻ വിളിക്കാൻ പോവാ. തൽക്കാലം അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ എന്നെ സഹായിച്ചേ പറ്റൂ. തനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും. ചെല്ല്, ആ കാശ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒറിജിനൽ നോട്ടുകൾ ഒരു പെട്ടിയിൽ റെഡിയാക്ക്. മറക്കണ്ട, 1 കോടിയിൽ നിന്ന് 1000 രൂപ മാറ്റി വെച്ചിട്ട് വേണം അവരെ കാണിക്കാൻ. ഹലോ, കസവ CI അല്ലേ സാർ? ഞാൻ ജയപ്രകാശാണ്. എന്റെ ഒരു സ്റ്റാഫ് ഗണേശനെ. അതെ സാർ, ഞാൻ നമ്മുടെ ഗോൾഡൻ പാപ്പൻ ചേട്ടന്റെ വീട്ടിലുണ്ട്. സാർ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിലേക്ക് വരാം സാർ. ഇല്ല, ഓ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാം. ശരി സാർ. ഇയാള് പോയില്ലേ? എടാ സാമദ്രോഹി, നിന്നെ. എടാ എൽദോസേ, കഞ്ഞി എടുക്കട്ടോ? കഞ്ഞിയല്ലടാ, ഉണ്ടാ, ഗോതമ്പുണ്ടാ. മേളിലോട്ട് വേടാ, ഒരു കാലിച്ചാക്കൻ കയ്യിലെടുത്തോ. സുരേട്ടാ, ഞാന് ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് സുരേട്ട സ്വസ്ഥായിട്ട് കേൾക്കണം. ചാക്കെന്തിനാ? ഇത് മുഴുവൻ ആ ചാക്കിനകത്ത് വാരിയിട്ട് കെട്ടി വിറക് വരെ കൊണ്ടുവെക്കണം. ലൈൻസിന് പോകുന്നില്ലേ? ഇനിയിപ്പോ അവന്റെ അപ്പന്റെ വായിക്കരിക്കിടാൻ ഒറിജിനൽ 1 കോടി ഉണ്ടാക്കണമല്ലോ. എന്റെ ഈശോയെ. കർത്താവേ, ആ ചെറുക്കൻ എനിക്കിട്ട് പണിയൊന്ന് നീ ഒരു സൂചന പോലെ തന്നില്ല. കൊടി കൈപ്പറ്റി അവന് എഗ്രിമെന്റ് എഴുതി കൊടുത്തില്ല. നിങ്ങള് പാപ്പന് കൊടുത്ത ആ പണം ഞങ്ങൾക്കൊന്ന് കാണണം. അകത്തേക്ക് ഇരിക്കാം സാർ. വരൂ. താങ്ക് യു. പാപ്പൻ ചേട്ടാ, ഇരിക്കൂ സാർ. നമസ്കാരം സാർ. ഇയാള് പറയുന്നല്ല സത്യമാണോ? 1 കോടി രൂപ നിങ്ങൾക്ക് തന്നു? ഓ ശരിയാ, അത് ഇവിടെ തന്നെയുണ്ട്. ഈ കള്ളനോട്ട് കൊടുക്കുന്ന ഒരുപാട് കേസുകളായി. എടാ എൽദോസേ, അല്ല, ഏത് വകുപ്പില 1 കോടി ക്യാഷ് ആയിട്ട്? നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? അയ്യോ, അത് പറഞ്ഞില്ലേ, ഷോപ്പിംഗ് മാൾ. എന്റെ ഗോൾഡൻ മാൾ ജയപ്രകാശ് വാങ്ങിയതിന്റെ അഡ്വാൻസാ. അയ്യോ, അങ്ങനെ റൊക്കം ക്യാഷ് എടുത്ത് വീശിയൊന്നും അല്ല സാർ. എല്ലാം കൂടെ പലയിടത്തുനിന്നായിട്ട് ഒപ്പിച്ച് പാപ്പൻ ചേട്ടൻ കൊണ്ടുപോയി കൊടുത്തു. വിളിച്ചായിരുന്നോ? ആ, എടാ ബെഡ്റൂമിൽ ഒരു പെട്ടിയുണ്ട് എന്റെ കട്ടിലിന്റെ താഴെ. ഇങ്ങെടുത്തോണ്ടാ. ചാക്കാന്നോ?
എടാ ബെഡ്റൂമിൽ ഒരു പെട്ടിയുണ്ട് എന്റെ കട്ടിലിന് താഴെ ഇങ്ങനെ എടുത്തോണ്ടാ. ഓ തുക ഞാൻ എണ്ണി നോക്കി 1000 രൂപ കുറവുണ്ടെന്ന് വിളിച്ച് പറയുകയും ചെയ്തു. ഇനി ഇതിന്റെ അകത്ത് വേറെയും പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഈ പണം ഞങ്ങൾ കൊണ്ടുപോകും. ആ. ഒന്ന് വിശദമായി പരിശോധിച്ചിട്ട് തിരിച്ചു തരാൻ കഴിയും. മതി, വിശദമായിട്ട് പരിശോധിച്ചോളൂ. അതാ പാപ്പൻ ചേട്ടൻ നല്ലത്. ഈ ഒറിജിനലും ഡ്യൂപ്ലിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കണ്ണി പെടില്ലല്ലോ. ആനെ ഒന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചേക്കണം. സാർ ഇനി ഈ പണം ഒറിജിനൽ ആണെങ്കിൽ തന്നെ എൻഫോഴ്സ്മെന്റിന്റെ ഒരു എൻക്വയറി ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പണം കിട്ടിയതിന്റെ സോഴ്സ് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി ഓ. വരും. അതിന് പുറമെ IT. ഈ പണം ഞാൻ 2 പേരിൽ നിന്ന് കടം വാങ്ങിയതാ സാർ. ഒന്നെന്റെ NRI സുഹൃത്ത് അഷ്റഫ്, മറ്റതിന്റെ റിലേറ്റീവാ സുരേന്ദ്രൻ. നമ്മുടെ ബിഗ് ബസാറിൽ ഹോൾസെയിൽ അരിക്കച്ചവടം നടത്തുന്ന പാപ്പൻ ചേട്ടനൊക്കെ അറിയാം. ഓ അറിയാമേ. ആ, ഞാൻ വിളിക്കുമ്പോൾ ജയപ്രകാശ് സ്റ്റേഷൻ വരെ വന്നേക്കണം. തീർച്ചയായിട്ടും സാർ. നമ്മുടെ ഗണേശന്റെ കാര്യം അയാളെ റിമാൻഡ് ചെയ്യും. ഞങ്ങളുടെ എൻക്വയറി റിപ്പോർട്ടിന്റെ ബേസിസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെയിൽ ഔട്ട് ചെയ്യാം. ഓക്കെ. ഓ ആ, ഈ കൊണ്ടുപോകുന്ന പണം ഒറിജിനൽ ആണെങ്കിൽ ഇത് ഒറിജിനല്ല, അക്കാര്യത്തിൽ സംശയമേ വേണ്ട. ആ, എന്നാ കൊള്ളാം. ഇത് ഒറിജിനൽ ആണല്ലോ അല്ലേ? നിങ്ങളാണ്ട് ചോദിച്ചു